നമ്മളെല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് ജൂൺ 18 എന്ന ഡേറ്റിന് വേണ്ടിയാണല്ലോ. അവസാനമായിട്ട് ജൂൺ 16 നിന്ന് ജൂൺ 18 UGC നെറ്റിൻ്റെ ജൂൺ എക്സാം 2024 മാറ്റി എന്നുള്ളൊരു ന്യൂസും നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ഡേറ്റിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രിപ്പറേഷൻ, നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പിന് മുഴുവൻ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാകണം ജൂൺ 18 എന്നാണ് എല്ലാവരുടെയും ഒരു ചിന്തയിലുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ അവസാനത്തെ ഒരു 1 or 1.5 months എന്താണ് നമ്മൾ പ്രധാനമായിട്ടും നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് ലക്ഷ്യമുള്ള ഒരാൾ എന്ത് തരത്തിലുള്ള പ്രിപ്പറേഷൻ നടത്തണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഒരു മണ്ടൈനായിട്ടുള്ള ഒരു പാസീവ് ലേണിങ്ങിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണിങ്ങിലേക്ക് നമ്മൾ മാറുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഈ ഒരു അവസാന ടൈമിലുള്ള മികച്ച സ്ട്രാറ്റജികളിൽ ഒന്ന് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലേണിംഗ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ട്സ് റീഡ് ചെയ്യുന്ന ഒരു രീതി, അതല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു രീതി, അതല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ സാധാരണ ഒരു നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു ആസ്പിറൻ്റ് നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒന്നും കൂടി ആക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നതാവാം. യൂണിവേഴ്സിറ്റി സർക്കിളിലൊക്കെയാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂംമേറ്റ്സിനോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡി പോലെയുള്ളൊരു മോഡലിലേക്ക് പോവുക എന്നത് ആക്റ്റീവ് ലേണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടൊരു കമ്പൈൻ സ്റ്റഡി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കൂടി അവരുടെ കൂടി ഒപ്പമുള്ള ഡിസ്കഷൻ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് വാട്സപ്പിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മൊഡ്യൂളിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ആസ്പെക്റ്റുകൾ കൂടി നമുക്ക് കിട്ടുന്നു. മാത്രമല്ല ഒരു ക്വസ്റ്റ്യനെ നമ്മൾ കാണുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമ്മുടെ ഒരു ഹൃദയത്തിൽ കോർത്ത് വെക്കാനോ അല്ലെങ്കിൽ കൊത്തി വെക്കാനോ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നമുക്കുള്ള എക്സ്പീരിയൻസുകളാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് മിസ്സായി പോകുന്നുണ്ട്. PG ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒപ്പം ഉള്ള ആളുകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളോടൊപ്പം പഠിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾ ഇതിന് പ്രിപ്പറേഷൻ നടത്തുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സർക്കിളിലുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡി, ഒരു ഫിസിക്കൽ കമ്പൈൻ സ്റ്റഡി സാധ്യമാണെങ്കിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയോ മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനപ്പുറത്ത് നമ്മൾ അതിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ അതിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യും, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത്തരത്തിൽ ആ ഒരു ആസ്പെക്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയും, നമുക്കതിൽ മാർക്ക് നേടാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാസീവ് ലേണിങ്ങിൽ നിന്ന് ആക്റ്റീവ് ലേണിങ്ങിലേക്ക് വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പറഞ്ഞ ആക്റ്റീവ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് സൈറയുടെ ഒരു സിസ്റ്റത്തിലും നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ് ആക്ടിവിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് അത് പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, നന്നായിട്ട് അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ആക്റ്റീവായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്കഷൻസ് നടത്തുക എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ് ആക്ടിവിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യവും പ്രത്യേകിച്ച് ഒരു ആക്റ്റീവ് ലേണിങ്ങിലേക്ക് ആസ്പിറൻസിനെ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ പേപ്പറിലെ മാത്സ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന 2 മൊഡ്യൂളുകൾ തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി 10 ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് മാത്സും ഡാറ്റയും എന്നത് നമ്മൾ മനസ്സിലാക്കണം. മാത്സും ഡാറ്റയും ഈ ലാസ്റ്റ് ഒരു 1 month or 1.5 months എക്സാമിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 ഭാഗങ്ങളാണ്. എന്തുകൊണ്ട് ക്രൂഷ്യൽ എന്ന് ചോദിച്ചാൽ പലപ്പോഴും മാത്സിലും ഡാറ്റയിലും സ്കോർ ചെയ്യാൻ ആസ്പിറൻസിന്, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആസ്പിറൻസിന് ഒരു എക്സാം ടൈം ബൗണ്ടിൽ അതിൻ്റെ ഒരു പ്രോബ്ലംസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആങ്സൈറ്റിയും അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് പലപ്പോഴും സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാത്സിൻ്റെയും ഡാറ്റയുടെയും പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അത് ഈ ലാസ്റ്റ് മന്തിലുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളിൽ ഒന്നാണ്. പലപ്പോഴും നിങ്ങളിപ്പോൾ എനിക്കറിയാം ഈ കേൾക്കുന്ന ആളുകളിൽ പല ആളുകളും
പേപ്പർ 2 നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പേപ്പർ 1 മാത്സ് ആവട്ടെ ഡാറ്റ ആവട്ടെ എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും തുടരരുത് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള എൻ്റെ ഒരു സിമ്പിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ മാത്സിലേക്കും ഡാറ്റയിലേക്കും തിരിയണം. നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ UGC നെറ്റിന് മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള മാത്സിൻ്റെയും ഡാറ്റയുടെയും ക്വസ്റ്റ്യൻസ് എടുക്കുക. നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും യൂസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ആവറേജ് ആവട്ടെ, പെർസെൻറ്റേജ് ആവട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആവട്ടെ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ എവിടെയാണ് നമുക്കിത് മിസ്സാവുന്നതെന്ന് മനസ്സിലാവും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഏതെങ്കിലും വേണമെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടോ എവിടെയാണ് ഏത് സ്റ്റെപ്പിലാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇനി ഇൻ കേസ് മാത്സിലും ഡാറ്റയിലും നിങ്ങൾ നന്നായിട്ട് സൗണ്ട് ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്സും ഡാറ്റയും ഒന്ന് നോക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ആക്റ്റീവ് ലേണിങ്ങിലേക്ക് തിരിയാനുള്ള സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള കമ്പൈൻ സ്റ്റഡി ഉപയോഗപ്പെടുത്താം. രണ്ടാമതായിട്ട് മാത്സും ഡാറ്റയും മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് നോട്ടിൽ എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും മിസ്സാവരുത് എന്നുള്ളതാണ്. ഇത്രയും സമയം അല്ലെങ്കിൽ നിങ്ങളൊരു 6 മാസത്തെ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ തുടങ്ങിയപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം നിങ്ങൾ ഒരുപോലെ നോക്കിയിട്ടുണ്ടാവും. അവസാനം എക്സാമിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് പേപ്പർ 1നെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. പേപ്പർ 2 ആണല്ലോ 100 ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ 200 മാർക്കും അതിലാണ്, അതുകൊണ്ട് ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന രീതിയിലായിട്ടുണ്ടാവും ഒരുവിധ ആളുകളൊക്കെ. പക്ഷേ അത് നിങ്ങളുടെ ഫോക്കസ് ഇല്ല എന്നതിനുള്ള ഒരു തെളിവാണ്. നിങ്ങൾ ഒരിക്കലും ആ ഒരു തരത്തിൽ UGC നെറ്റിനെയും JRFനെയും അപ്രോച്ച് ചെയ്യരുത്. ഞാൻ പ്രത്യേകം പറയുന്നത്, അവസാന ടൈമുകളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ജനറൽ പേപ്പറിനാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. മുമ്പ് എക്സാം എഴുതിയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു UGC നെറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ ഒരു തവണ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 2 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളത് ഭയങ്കര ടൈറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പമുള്ള 50 or 100 ഫ്രണ്ട്സിനെ നിങ്ങളെടുത്താൽ അവരൊക്കെ പറയും അത് ടൈറ്റായിരുന്നു എന്ന്. അതുപോലെ നിങ്ങളത് സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും പറയും ഇത് സിമ്പിൾ തന്നെ ആയിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം ജനറൽ പേപ്പർ അല്ലാത്ത പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിൽ മറ്റുള്ളവരിൽ നിന്നൊരു ഡെസിസീവ് ആയിട്ടുള്ള ഒരു എഡ്ജ് എടുക്കാൻ പലപ്പോഴും ആസ്പിറൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ജനറൽ പേപ്പറിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കാനുള്ള ഒരു അവസരം ഓരോ ആസ്പിറൻറ്റിനും നൽകുന്നത് ജനറൽ പേപ്പറാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ജനറൽ പേപ്പറിനെ മാറ്റിവെക്കുന്ന ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സിസ്റ്റമാറ്റിക് കോച്ചിങ്ങിൻ്റെ ഭാഗമാവാത്ത ആസ്പിറൻസിന് പ്രത്യേകം ജനറൽ പേപ്പറിനെ പൂർണ്ണമായിട്ടും, ചിലപ്പോഴൊക്കെ ആസ്പിറൻസിന് ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടോ എന്ന് പോലും അറിയാതെ എക്സാമിന് പോകുന്നവരുണ്ട്. അതുകൊണ്ട് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഡിസിസീവ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അവസാനത്തെ ഒരു മാസത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ജനറൽ പേപ്പർ. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പേപ്പർ 2 ഒരു പക്ഷേ എല്ലാവർക്കും ടൈറ്റാവും അല്ലെങ്കിൽ എല്ലാവർക്കും സിമ്പിളാവും. എന്നാൽ ജനറൽ പേപ്പറാണ് അവിടെ ഒരു വലിയ വിഭാഗത്തിന് പ്രയാസം സൃഷ്ടിക്കുകയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തിയ ഒരു വിഭാഗത്തിന് മാത്രം ഒരു എഡ്ജ് കൊടുക്കുകയും ചെയ്യുന്നത് ജനറൽ പേപ്പറാണ്. അതുകൊണ്ട് JRF ഒക്കെയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തുടങ്ങിയത് പേപ്പർ 1ഉം പേപ്പർ 2ഉം വെച്ചാണെങ്കിൽ നിങ്ങൾ കോച്ചിങ് അവസാനിക്കേണ്ടതും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം വരെ നിങ്ങൾ പോകേണ്ടതും ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഞാൻ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആക്റ്റീവ് ലേണിങ്ങിനെ കുറിച്ചാണ്, രണ്ടാമത് ഞാൻ പറഞ്ഞത് മാത്സ് ഡാറ്റ വർക്കൗട്ടുകളെ കുറിച്ചാണ്, മൂന്നാമത് ജനറൽ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരിക്കലും അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത് എന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സൈറ ലേണിങ്സിൻ്റെ ഒരു പ്രത്യേക ഒരു സെഷനും കൂടി, ഒരു ഓഫറും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്ക് നെറ്റ് ടോക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ബേസ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഈവനിങ്ങിൽ നമ്മുടെ JRF or നെറ്റ് ക്വാളിഫൈഡ് ആയ മെൻറ്റേഴ്സ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് ആസ്പിറൻസ് അതിലൂടെ ഫ്രീ ആയിട്ട് UGC നെറ്റ് കോച്ചിങ് ചെയ്തുകൊണ്ട് നെറ്റിന് ഒരുങ്ങുന്നുണ്ട്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിനി അവസാനത്തെ ഈ ഒരു മാസത്തിൽ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതൊരു ആക്ടിവിറ്റി ഗ്രൂപ്പാക്കി മാറ്റാൻ പോവുകയാണ്. അതായത് ഫ്രീ കോച്ചിങ് എടുക്കുന്ന നെറ്റ് ആസ്പിറൻസിന് ആക്റ്റീവായിട്ട് ഡൗട്ട്സ് ചോദിക്കുകയും പരസ്പരം ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ആക്കിയിട്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആക്റ്റീവ് ലേണിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് സൈറ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് നമുക്ക് നെറ്റ് ടോക്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് അതിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും ഈ ഒരു അവസാന മാസത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ പഠനം ആക്റ്റീവാക്കി മാറ്റുക, മാത്സ് ആൻഡ് ഡാറ്റയ്ക്ക് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജനറൽ പേപ്പറിനും പേപ്പർ 2വിനെയും ഒരുപോലെ കാണാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. എന്തായാലും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു സമയമാണിത്. ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ കൂടുതൽ ആങ്സൈറ്റി അല്ലെങ്കിൽ കൂടുതലൊരു സ്ട്രെസ്ഡ് ആവാതെ തീർച്ചയായിട്ടും ജൂൺ 18 നമ്മുടെ ഡേ ആണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ റിസൾട്ടാണ് ഈ ഒരു തവണ വരാനിരിക്കുന്നത്.